I am Biju from Genius Galaxy Entrance and IAS Coaching Center Attiman. ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഇത്തവണത്തെ സിവിൽ സർവീസ് എക്സാമിൽ 41ാമത്തെ റാങ്ക് വാങ്ങിയ മിടുമിടുക്കിയായ അശ്വതി ജിജി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. സ്വന്തം കഴിവും ശക്തമായ ഡിസയറും വ്യക്തമായ പ്ലാനിങ്ങും ഹാർഡ് വർക്കും വെൽ ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡിന്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഉന്നതമായ ലക്ഷ്യങ്ങളിലേക്ക് ആർക്കും എത്താം എന്ന് സ്വന്തം ജീവിതം കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും മാതൃകയായ അശ്വതി ജിജിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ന് ക്യാമ്പസുകളിൽ വളരെ അൺഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുടെ പുറകെ പോയി സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും നശിപ്പിച്ച് കളയുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുക. അതിനെല്ലാം വിരുദ്ധമായി സ്വന്തം ജീവിതവും കഴിവും ഒരുക്കി ചേർത്ത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് എത്തിയ കുട്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. If you want to achieve a top opportunity in your life, you can simply follow that. Good evening, ma'am. Good evening. ഇപ്പം എന്ത് തോന്നുന്നു, ഇത്രയും വലിയ ടോപ്പ് ഓപ്പർച്യൂണിറ്റിയിൽ ഇന്ത്യയിൽ കുട്ടികളൊക്കെ എത്താൻ കൊതിച്ചിരിക്കുന്ന ഒരു വലിയ ടോപ്പ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് 41ാമത്തെ റാങ്ക് വാങ്ങി എത്തിയപ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്ന ഫീലിംഗ്? ഇത് പ്രത്യേകിച്ച് ഒരു പിന്നോക്ക ജില്ലയായ ഇടുക്കിയിൽ നിന്ന് മലയോര കർഷകരുടെ ഒരു ജില്ലയാണല്ലോ. ഇങ്ങനെ ഒരു പിന്നോക്ക ജില്ലയിൽ നിന്ന് ഇത്രയും ഒരു ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയുണ്ടല്ലോ, ഒന്ന് കമൻറ്റ് ചെയ്യും. സർ, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ വളരെ നല്ല റാങ്ക് കിട്ടിയതിൽ. പിന്നെ ഒരു സന്തോഷം, ഇനി 10 ദിവസവും കൂടി ഉണ്ടായിരുന്നുള്ളൂ പ്രിലിംസിന്. അപ്പം അത് വളരെയധികം പാടുള്ള ഒരു സ്റ്റേജാണ്. അപ്പം അത് എഴുതണ്ടല്ലോ എന്നോർത്ത ഒരു സന്തോഷമുണ്ട്. പിന്നെ ഈ നാടിന് വേണ്ടി ഇവിടെ അധികം പേരൊന്നും സിവിൽ സർവൻസ് ഇല്ല. അപ്പം അങ്ങനെ എന്നെ ഇന്നലെ ഒരു സാറ് വിളിച്ചത് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നാണ്. അപ്പം അങ്ങനെയൊക്കെ ആകാൻ കഴിഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഏറെ അഭിമാനമാണ് ആ കാര്യത്തിൽ. നമ്മളുടെ അയൽപക്കത്ത് നിന്ന്, നമ്മളുടെ ഈ ജില്ലയിൽ നിന്ന്, നമ്മളുടെ ഈ നാട്ടിൽ നിന്ന് ശരിക്കും ഇങ്ങനെ ഉയർന്ന ഒരു തലത്തിലേക്ക് എത്താൻ കഴിഞ്ഞ, അതും ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന്. അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള, അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ ആളുകളുള്ള അങ്ങനെയുള്ളൊരു കുടുംബമൊന്നുമല്ല, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഇത്രയും നല്ലൊരു നിലയിലേക്ക് എത്തിയത് തീർച്ചയായും നമ്മുടെ ഈ ഗ്രാമത്തിലെ, ഈ ജില്ലയിലെ, നമ്മുടെ നാട്ടിലെ തന്നെ മുഴുവൻ കുട്ടികൾക്കും, എസ്പെഷ്യലി ഗേൾസ്, അവർക്ക് ഒരു പ്രചോദനമായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ശരി, ഞാൻ ചോദിക്കുന്നത്, എനിക്ക് തോന്നുന്നു കൂടുതൽ IAS കിട്ടുന്നത് ഈ ടെക്നിക്കലായിട്ട് കഴിഞ്ഞവർ ഏതായിരുന്നു എഞ്ചിനീയറിംഗ് എടുത്ത് ഇലക്ട്രോണിക്സ് ആണ്. അങ്ങനെ ടെക്നിക്കലായിട്ട് കഴിഞ്ഞവർക്കാണ് കൂടുതൽ സിവിൽ സർവീസിലേക്ക് കയറി വരുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സാധ്യത? സർ, അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇപ്പോൾ നോക്കുവാണെങ്കിൽ വേറെയുള്ള സംസ്ഥാനത്തുമൊക്കെ എഞ്ചിനീയറിംഗ് ആണ് ബേസിക് ഡിഗ്രി. അത് കാരണം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് നമുക്ക് ഒരുപാട് പേരുണ്ട്. രണ്ടാമത് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഏത് കോളേജിൽ പഠിച്ചാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധാരണ ഡിഗ്രി പഠിക്കുന്നേക്കാളും ഒരു എക്സ്പോഷർ കൂടുതലുണ്ട്. പിന്നെ അവരുടെ കോൺഫിഡൻസ് ആയിരിക്കും, കാരണം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, ജോലി സാധ്യത, അപ്പോൾ നമ്മൾ സ്കിൽഡ് ആണെന്നുള്ളൊരു വിശ്വാസം, അതൊക്കെ കാരണം കൊണ്ടാണ്. പിന്നെ നമ്മൾ പഠിക്കാനും ഞാൻ പഠിച്ച സമയത്ത് 48 പേപ്പറോളം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ പാടായിട്ടുള്ളൊരു കോഴ്സ് കഴിയുമ്പം ഇനി നമുക്ക് എന്ത് ചാലഞ്ചും ഏറ്റെടുക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം. അല്ല സർ, നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഏകദേശം 48 പേപ്പർ ഉണ്ടല്ലോ, 4 വർഷവും കൂടെ. അപ്പം അങ്ങനെ ഒരു പാടുള്ള സ്റ്റേജിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാലുള്ള ആത്മവിശ്വാസമാണെന്ന് തോന്നുന്നു ഇങ്ങനെ അതെ സർ. എൻ്റെ കുടുംബം ഒരു മിഡിൽ ക്ലാസ് ആണെങ്കിലും എൻ്റെ അച്ഛൻ ഇന്ത്യൻ എയർഫോഴ്സിലാണ് ജോലി ചെയ്തത്. അപ്പം ഞാൻ പഠിച്ചത് പല സംസ്ഥാനങ്ങളിലായിട്ടാണ്. ഞാൻ 1 പഠിക്കുമ്പോൾ അച്ഛൻ രാജസ്ഥാനിലായിരുന്നു. പിന്നെ ചെന്നൈയിലോട്ട് ട്രാൻസ്ഫറായി. എൻ്റെ 5ഉം 6ഉം ഒക്കെ അവിടെ കഴിഞ്ഞു.
7 മുതൽ 10 വരെ മാത്രമാണ് എൻ്റെ സ്കൂൾ ജീവിതം ഞാൻ നാട്ടിൽ പഠിച്ചിട്ടുള്ളൂ. അത് ഊന്നുകൽ ഹൈറേഞ്ച് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ട്, നീലിമംഗലത്തിനും കോതമംഗലത്തിനും ഇടയ്ക്കായിട്ട്. അവിടെയാണ് ഞാൻ 7 മുതൽ 10 വരെ പഠിച്ചത്. പിന്നെ +1 +2 കാൺപൂരിൽ. അതെല്ലാം പഠിച്ചതും കേന്ദ്ര വിദ്യാലയങ്ങളിലായിരുന്നു, നമ്മുടെ നാട്ടിൽ പഠിച്ച ആ ഒരു പോർഷൻ അല്ലാണ്ട്. ഇത്രയും സ്ട്രോങ് ആയ ഡിസിഷൻ സാധാരണ ഈ ഒരു പ്രായത്തിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ലൈഫ് സെറ്റിൽ ആവുന്ന ഒരു പ്രായത്തിൽ ഇത്രയും പവർഫുള്ളായ ഡിസിഷൻ എടുത്ത് ഇത്രയും എഫേർട്ട് ഇടാൻ ആരുടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു? സർ, ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ സപ്പോർട്ട് കാരണം മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു തീ പോലെ എനിക്ക് എൻ്റെ കരിയർ വളരെ ഉന്നതങ്ങളിൽ എത്തിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ, അത് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ മുതൽ എനിക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കോളേജിൽ പഠിച്ചപ്പോഴാണെങ്കിലും ഞാൻ പഠിച്ച അന്ന് ചിന്തിച്ചായിരുന്നു, ആരെങ്കിലും വലുതായിട്ട് വേണം, വലിയൊരാളായിട്ട് വേണം കോളേജിൽ വന്ന് അടുത്ത തലമുറയ്ക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം പകർന്ന് നൽകണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലോട്ട് വഴിതിരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെൻ്റെ ബാല്യകാല സ്വപ്നമൊന്നുമല്ല. ഞാൻ ഒരു 26, കറക്റ്റ് പറയുകയാണെങ്കിൽ 26 വയസ്സിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 3 വർഷം ജോലിക്ക് ശേഷം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്ന് ആദ്യം IELTS പഠിച്ച് കാനഡയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല രാജ്യങ്ങളിലോട്ട് പോകാനായിരുന്നു എൻ്റെ തീരുമാനം. അവിടെ പോയി ഉപരിപഠനം നടത്തി പിന്നെ നമുക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമല്ലോ, അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അപ്പോൾ ഒരു സാറാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്. സാറാണ് ശരിക്കും എൻ്റെ ഒരു വഴികാട്ടി. സാറിൻ്റെ പേര് റോയ് മാമൻ ജോസഫ് എന്നാണ്. സാർ ഒരു IELTS ട്രെയിനറും സിവിൽ സർവീസ് ഗൈഡുമാണ്. ഇപ്പോൾ സാർ കൊച്ചിയിലാണ്. അപ്പോൾ സാർ ഒരു 2 ആഴ്ച സാറിൻ്റെ കീഴിൽ IELTSന് വേണ്ടി പഠിച്ചു. അപ്പോൾ സാറും ഞാനുമായിട്ടുള്ള സംസാരത്തിനിടയിൽ സാർ പറഞ്ഞു, നിൻ്റെ കഴിവുകൾ വെച്ച് സിവിൽ സർവീസ് പോലെയുള്ള ഒരു മേഖലയിലോട്ടാണ് നീ പോകേണ്ടത്. എൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റീസും പിന്നെ ഡിസിപ്ലിനും അതൊക്കെ സാറിന് വളരെയധികം ഇഷ്ടമായി. അങ്ങനെ സാറ് പറഞ്ഞ ആ ഒരു ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ക്വിറ്റ് ചെയ്യുന്നത്. വീട്ടിൽ പോലും പറഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു വയസ്സ് അതൊക്കെ പിന്നെ ഒരു സെക്യൂർഡ് ആയിരുന്നു. എൻ്റെ ഫ്യൂച്ചർ ജോബും ഉണ്ടായിരുന്നു. പിന്നെ ഒരു വർഷം കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും, വേറെ കൺട്രിയിലോട്ട് പോകാം. അപ്പോൾ അതൊക്കെ ക്വിറ്റ് ചെയ്യാൻ അങ്ങനെ ഞാൻ തീരുമാനിച്ചത് സാറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമായിരുന്നു. അപ്പോൾ അന്ന് മുതലാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ഇതിനു വേണ്ടി. വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി അന്ന് വരെ നമ്മൾ നിന്നിരുന്ന അതുപോലും കിറ്റ് ചെയ്യാനുള്ള ഒരു ഫയർ ആക്ടിവേറ്റ് ചെയ്തല്ലേ. ഒരു പെൺകുട്ടി എന്ന നിലയിൽ സാധാരണ നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ചറിയാം, ഇപ്പം കേരളത്തിലാണ് കുറേയൊക്കെ ഗേൾസ് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഓൾ സ്റ്റേറ്റ്സ്. അതുകൊണ്ട് അതൊരു പെൺകുട്ടി എന്ന നിലയിൽ ഒരു ലിമിറ്റേഷൻ ഫീൽ ചെയ്തിരുന്നു ഇങ്ങനെ ടാർഗറ്റ്, പ്രത്യേകിച്ച് ഈ ഒരു ഏജ് സെറ്റ് ചെയ്യുമ്പോൾ? അതെ സർ, ഒരുപാട് ലിമിറ്റേഷൻ ഫീലൊക്കെ ചെയ്തിരുന്നു. കാരണം ഞാൻ ഡിസിഷൻ ക്വിറ്റ് ചെയ്യാം എന്നുള്ള ഡിസിഷൻ എടുത്തപ്പം എൻ്റെ ഫ്രണ്ട്സും ഒക്കെ കുറേ സെറ്റിൽഡ് ആയിക്കൊണ്ടിരുന്ന സമയമാണ്. അവരുടെ നെക്സ്റ്റ് സ്റ്റേജ് വിവാഹം, അതിൻ്റെ അടുത്ത സ്റ്റേജും കഴിഞ്ഞ സമയങ്ങളിലാണ് ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് പുതിയ ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ വഴിതിരിഞ്ഞത്. അത് എനിക്ക് ഒരു പ്രഷറായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം എനിക്ക് എപ്പോഴും എൻ്റെ കരിയറിൽ എനിക്ക് എന്തെങ്കിലും വ്യത്യാസമായും വളരെ ശക്തമായും ചെയ്യണം എന്നെനിക്കൊരു ഇൻറ്റൻഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു. ആ ഡിസയർ ഒന്നെങ്കിൽ സിവിൽ സർവീസസ് അല്ലെങ്കിൽ അച്ഛൻ ഡിഫൻസിലായതുകൊണ്ട് അങ്ങോട്ടും ഒരു ചായ്വ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതെനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ കണ്ട ഒരു മേഖലയാണ് സിവിൽ സർവീസസ്. അത് എൻ്റെ ഉള്ളിൽ എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ പേരൻസിന് എല്ലാവരുടെയും പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേരൻസ് കുറച്ച് ഡിഫൻസിലൊക്കെ അച്ഛനായത് കാരണവും പിന്നെ അങ്ങനെ ഒരുപാട് വലിയ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുള്ളത് കാരണം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതെ, ഞങ്ങളുടെ ഡിസിഷൻ ഞങ്ങൾ എടുക്കും, പക്ഷെ അതിന് വി മസ്റ്റ് ഓൾസോ ടേക്ക് റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് ചുമ്മാ നീ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്നല്ല, അവർക്ക് ആദ്യം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പം ആദ്യം വിഷമമൊക്കെ പ്രകടിപ്പിച്ചു. പക്ഷേ ഇനിയിപ്പം അങ്ങനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിന് തടസ്സം നിന്നില്ല. അങ്ങനെ ഞാൻ എടുത്തതായിരുന്നു. പിന്നെ 26 വയസ്സിൽ ഞാനത് തുടങ്ങിയെങ്കിലും ഇപ്പം 5 വർഷം കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നേരിട്ട കുറേ പ്രശ്നങ്ങളുണ്ട്. അത് അവർ നേരിട്ടും എന്നെ അവർ ഷീൽഡ് ചെയ്തു. എന്നിലോട്ട് അങ്ങനെ ഞാൻ പഠിക്കുമായിരുന്നുകൊണ്ട് അവർ അധികം ഒന്നും പറഞ്ഞിട്ടില്ല, എന്തൊക്കെ ആൾക്കാർ പറയുന്നതെന്ന്. ഞാനിവിടെ എന്താണ് കല്യാണം കഴിപ്പിക്കാത്തതെന്ന് വീട്ടിലുള്ളവരും
നാട്ടിലെ അയൽവക്കംകാരും നാട്ടിലുള്ളവർ പലരും അങ്ങനെ ചോദിച്ചു. വളരെ കോമൺ ആയ ഒരു വളരെ കോമൺ എന്ന് പറഞ്ഞാൽ അതൊരു യൂണിവേഴ്സാലിറ്റി ആണല്ലോ. അതന്നെ, അത് നമ്മളിപ്പോ ഒരു ആണ് അല്ലെങ്കിൽ പെൺകുട്ടി രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങളാണിത്. ഒരു വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കല്യാണം കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തോ നോട്ട് ഫിറ്റ് ഫോർ ലിവിങ് ആണെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അപ്പം അത് കാരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊറോണ നമ്മൾ ലോക്ക്ഡൗൺ ഡിക്ലെയർ ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചെന്നൈയിൽ നിന്ന് വീട്ടിലോട്ട് പോയി. പക്ഷെ എനിക്ക് ദൃഢനിശ്ചയമായിരുന്നു, ഞാൻ അവിടെ മരിക്കുവാണെങ്കിലും വേണ്ടിയില്ല, പക്ഷെ ഞാൻ നാട്ടിലോട്ട് വരികയില്ല. കാരണം നാട്ടിലോട്ട് വന്നാൽ പിന്നെ എൻ്റെ പഠിത്തം പോകും. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ആദ്യത്തെ മീൻസൊക്കെ ക്ലിയർ ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഒരു വർഷം കൂടെ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. ഇപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് 2 വർഷമായിരുന്നു കറക്റ്റ്. അപ്പം പിന്നെ 4.5 വർഷത്തിനിടയ്ക്ക് ഞാൻ 3 പ്രാവശ്യമേ നാട്ടിൽ വന്നിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ അത് പറയുമ്പോൾ തന്നെ മനസ്സിലാകുമായിരിക്കും എല്ലാവർക്കും എന്തൊക്കെ എൻ്റെ ഇതെൻ്റെ കഥ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് ഇങ്ങനെ തന്നെ. അവരൊക്കെ നാട്ടിൽ പോകാതെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നത് പേടിച്ച് അവിടെ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു പാർട്ട് ടൈം ജോലി വരെ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അതെ അതെ, അതും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ എന്നെ ഷീൽഡ് ചെയ്തു എല്ലാത്തിൽ നിന്നും. അവർ കുറേ സങ്കടം അനുഭവിച്ചു, പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതായിരുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് ഒരു കൾച്ചറുണ്ട്, നമുക്കറിയാം അല്ലേ? ഒരു പ്രായം കഴിഞ്ഞാൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ അത് സംതിങ് റോങ് എന്നൊരു ഫീലുണ്ട്. അപ്പം അതിപ്പോൾ എന്ത് തോന്നുന്നു? വാട്ട് യു ഫീൽ? അത് സത്യമാണ്, അങ്ങനെ തോന്നുന്നവരുണ്ട്. പക്ഷെ അത് നമ്മുടെ ജില്ലയ്ക്ക് മാത്രമല്ല കേട്ടോ. തൃശ്ശൂർ, അങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ തൃശ്ശൂരും എറണാകുളവും ആലപ്പുഴയും എല്ലാവരും സെയിം ആണ്, എല്ലാവരുടെ അവസ്ഥ. പിന്നെ നോർത്ത് കേരള പറയുകയും വേണ്ട, അവിടെയും ഉണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ. അപ്പം എവിടെയും തടസ്സം തന്നെ. നമ്മുടെ സംസ്ഥാനം വിട്ടുള്ള സംസ്ഥാനങ്ങളിലും അതെ, അത് ഇന്ത്യയുടെയും ആ ഒരു കൾച്ചറാണ്, നമ്മുടെ ഒരു കൾച്ചറാണത്. അതിൽ എനിക്ക് അവരോട് എനിക്ക് ഒരു എതിർപ്പും ഇല്ല, അങ്ങനെ കല്യാണം കഴിപ്പിക്കുന്നവരൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ എൻ്റെ ലക്ഷ്യങ്ങൾ വേറെയായിരുന്നു. എല്ലാവർക്കും അതാണ് വേണ്ടതെന്നുള്ള ഒരു ബേസ് ലൈൻ അത് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടതായിരിക്കുന്നു. നമുക്ക് ഇപ്പം കൽപ്പന ചൗള സ്പേസിൽ പോയി, അപ്പോൾ അവരുടെ കല്യാണത്തിനോടെ അല്ലല്ലോ പ്രശസ്തരായത്, അല്ലെങ്കിൽ അതല്ലല്ലോ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഇൻസ്പിറേഷൻ. അവർ സ്പേസിൽ പോയി എന്നാണ്, അവരുടെ കർമ്മമാണ് നമ്മളെ ഇൻസ്പയർ ആക്കുന്നത്. എനിക്ക് അങ്ങനെ ആകണമെന്നായിരുന്നു ആഗ്രഹം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് അല്ലെ നമ്മുടെ അംബിഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ലൈഫിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതെ, അതിനുവേണ്ടി ഞാൻ എന്ത് ത്യാഗവും ചെയ്യും, അത് ഉറപ്പാണ് എനിക്ക്. ഇനിയാണെങ്കിലും എന്ത് സ്ട്രോങ് ഡിസിഷൻ എടുക്കേണ്ടി വന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അനങ്ങാൻ പോവില്ല. എനിക്കറിയാം എനിക്ക് എന്താണ് വേണ്ടതെന്ന്. അതിപ്പോൾ സമൂഹത്തിനോ വീട്ടിലുള്ളവർക്കോ നാട്ടിലുള്ളവർക്കോ പറയുന്ന അല്ലല്ലോ, എനിക്കറിയാലോ എൻ്റെ പ്രയോറിറ്റീസ് എന്താണെന്ന്. നമ്മുടെ കാലിബർ, നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ പൊട്ടൻഷ്യൽസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി. അതെ, അതെനിക്ക് ഒരു ഗൈഡ് മാത്രം മതിയായിരുന്നു എനിക്ക്. അങ്ങനെ ടീച്ചറിനെ കിട്ടി. പിന്നെ ഞാൻ ചെന്നൈ അക്കാഡമിയിൽ പോയപ്പോൾ അവിടെയും വളരെ നല്ല ടീച്ചേഴ്സിനെ എനിക്ക് കിട്ടി. അത് കാരണം ഞാൻ ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തി. ഗൈഡിന്റെ റോള് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഒരു ഗൈഡിന്റെ റോള് ശരിക്കും എന്ന് വെച്ചാൽ നല്ല എക്സ്പെർട്ട്. നമ്മുടെ സൊസൈറ്റിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സ്റ്റുഡൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനെയാണ്. ഒരു എക്സ്പീരിയൻസ് ടീച്ചേഴ്സിനോ ഗൈഡിനോ ഒന്നും എന്ത് ചെയ്യാറില്ല, അവർ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷെ ഇയാളിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഒരു ഗൈഡിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണല്ലോ. എക്സ്പീരിയൻസ്ഡ് പേഴ്സന്റെ റോൾ എന്ന് പറയുന്നത് ഒരുപാട് മുകളിലാണല്ലേ ഫ്രണ്ട്സിനേക്കാളും. അതെ സർ, അതെനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയും അച്ഛനും പഠിപ്പിച്ച കുറച്ച് ഗുണങ്ങൾ കാരണമായിരിക്കും. എപ്പോഴും അമ്മയും അച്ഛനും മാതാപിതാ ഗുരു ദൈവം എന്നാണ് ഞങ്ങളെ 3 പേരെയും പഠിപ്പിച്ച് അങ്ങ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നാലും ആരെങ്കിലും ഒക്കെ എനിക്ക് എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാരും ഒക്കെ ആയിട്ട് എനിക്ക് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. അതിപ്പോൾ റിസൾട്ട് വരുന്നപ്പോഴല്ല, ഇതിന് മുമ്പും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്കൂളിൽ പോയി 7 മുതൽ 10 വരെ പഠിച്ച ഊന്നുകൽ സ്കൂളാണ് എൻ്റെ ബേസ്. അപ്പം അവിടെ പോയി ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പോകണമെന്നും അവിടെ ഞാൻ എപ്പോഴും എൻ്റെ ടീച്ചേഴ്സൊക്കെ ഉണ്ടോയെന്നും തിരക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ. അത് കഴിഞ്ഞാലാണ് ഫ്രണ്ട്സ് വരുള്ളൂ. കാരണം ടീച്ചേഴ്സ് ആണല്ലോ നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ഫ്രണ്ട്സ് നമുക്ക് മോറലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതല്ലാണ്ട് നമ്മൾക്കൊരു ഒരു വഴി കാണിച്ചു തരുന്ന ടീച്ചേഴ്സ് ആണല്ലോ. പക്ഷെ പൊതുവെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മളുടെ യുവത അങ്ങനെ ചിന്തിക്കുന്നില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. ഇല്ല, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡിന്റെ വാക്കുകൾ, അതിനേക്കാൾ ഉപരി ദേ ആർ ഗിവിംഗ് മാക്സിമം ഇമ്പോർട്ടൻസ് ടു ദർ പിയേഴ്സ്, ദർ ഫ്രണ്ട്സ് സർക്കിൾ, ഇല്ലേ?
ആണെന്ന് തോന്നുന്നു സാർ. അത് ഈ ജനറേഷന്റെ കുഴപ്പമാണ്. അവർക്ക് ആ ഒരു ഡിസ്ട്രസ്റ്റ് ഉണ്ട്, ടീച്ചേഴ്സിന്റെ മേലുള്ള വിശ്വാസം അത് അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാത്തവർ അവരുടെ നഷ്ടം, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ ഇപ്പോഴും എൻ്റെ കോളേജിൽ സാറുമായിട്ടും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലും സാറിന്റെ വിശേഷങ്ങൾ തിരക്കുമായിരുന്നു. പിന്നെ ഞാനൊരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ എൻ്റെ കോളേജിൽ പോകും എന്നൊക്കെ അതൊക്കെ ഞാൻ ദൃഢമായിട്ട് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് സാറിനോട് പറഞ്ഞതാണ്. ഞാൻ ഉറപ്പായിട്ടും വരും സാർ, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം. അത് എനിക്ക് തോന്നുന്നു എനിക്ക് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയും എൻ്റെ ടീച്ചേഴ്സ് ആയിരുന്നു. അവിടെയും ടീച്ചേഴ്സിനെ അപ്രോച്ച്, സാർ പറഞ്ഞ പോലെ ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന പിള്ളേർ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് അതിന്റെ ഗുണമുണ്ട്. ഏതോ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ പറഞ്ഞു, പുതിയ തിരമാലകൾ പഴയ തിരമാലകളോട് ഒന്നും ചോദിക്കുന്നില്ല, അവ ഒന്നും പറയുന്നുമില്ല. കാരണം പുതിയ തിരമാലകൾ കടൽ കാണാൻ പോവുകയാണ്. പക്ഷെ കടൽ കണ്ടിട്ട് അനുഭവ സമ്പത്തുമായി മടങ്ങി വരുന്ന പഴയ തിരമാലകൾ ഏറെയുണ്ട്. ആ പഴയ തിരമാലകളോട് കടലിൻ്റെ അനുഭവങ്ങളെ കുറിച്ചൊന്ന് ചോദിക്കാൻ പുതിയ തിരമാലകൾ തയ്യാറാകുന്നില്ല. ഇതുപോലെയാണ് നമ്മളുടെ യുവത. എനിക്ക് തോന്നുന്നത് യുവജനത ഇപ്പോഴും ആ പഴയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ നല്ല സ്റ്റഫ് ഉണ്ടല്ലോ, അവരിൽ നിന്ന് ഒന്നും സ്വീകരിക്കാതെ ഒരു ജാതി എടുത്തുചാട്ടം, അങ്ങനെ ഒരു സമൂഹത്തിൽ നമുക്കിത് നേടിയെടുക്കാൻ കഴിഞ്ഞ് തീർച്ചയായിട്ടും എന്താ പറയുക, വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇടുക്കിയിൽ ഇങ്ങനെയുള്ള ടോപ്പ് ഓപ്പർച്യൂണിറ്റി വളരെ അപൂർവമായിട്ട് കുട്ടികളെത്തുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു, മാമിന് എന്ത് തോന്നുന്നു? ആദ്യത്തെ കാര്യം എനിക്ക് തോന്നുന്നത് നമുക്ക് എത്താൻ പറ്റും എന്നറിയില്ല. ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്നും അറിയില്ല. നമുക്കൊരു ഡയറക്ഷൻ തരാൻ ആരും തന്നെ ഇല്ല എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഇത് അത്ര അൺഅച്ചീവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ലേ? അല്ല, അത് നമുക്ക് ആ കറക്റ്റ് ആയ നിർദ്ദേശവും അതിന് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ തുടങ്ങിയ സമയങ്ങളിലാണെങ്കിൽ കുറച്ച് വർഷങ്ങൾ വേണ്ടി വന്നു. അത് മുമ്പേ തുടങ്ങുവാണെങ്കിൽ അത്രയും വർഷം വേണ്ടി വരില്ല. അതെ, ഹൈസ്കൂൾ ലെവൽ ആണെങ്കിൽ അല്ലെങ്കിൽ കോളേജ് ലെവൽ ആണെങ്കിൽ പോലും നമുക്ക് അത്രയും സമയം വേണ്ടി വരത്തില്ല. അതിന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഗൈഡൻസ് തരാനും പിള്ളേർക്കും പഠിക്കാനുള്ള മനസ്സ് വേണം. കാരണം ഇത് തോൽവികളും പരാജയങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങി എൻ്റെ ചങ്കിലോട്ട് എത്ര ബുള്ളറ്റ് കയറിയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് നീങ്ങിയാൽ മാത്രം കിട്ടാവുന്ന ഒരു പരീക്ഷയാണിത്. കാരണം ഇതിന് 3 സ്റ്റേജ് ഉണ്ട്, പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ. അത് ഇൻഡിവിജ്വൽ ആയിട്ട് ക്ലിയർ ചെയ്യണം. ആദ്യത്തെ സ്റ്റേജ് ഇൻഡിവിജ്വലും മെയിൻസും നമുക്ക് ക്ലിയർ ചെയ്യണം. ഇന്റർവ്യൂവിന്റെ നമുക്ക് ഇന്നോർ ഔട്ട് അല്ല, പക്ഷെ ആ മാർക്കും കൂട്ടുന്നതാണ്. മെയിൻസിന്റെ ഇന്റർവ്യൂവിന്റെ മാർക്സ് കൂട്ടിയാണ് നമുക്ക് റാങ്ക് വരുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പതറിയാം, ഒരു 10 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടായി പോയാൽ റാങ്ക് അങ്ങ് പോകും, അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ നിന്നേ പോകും. കഴിഞ്ഞ വർഷം എനിക്ക് 18 മാർക്കിനായിരുന്നു ലിസ്റ്റ് കയറാൻ പറ്റാതെ പോയത്. അപ്പം അതുകൊണ്ട് നമുക്ക് ചങ്കുറപ്പ് ഭയങ്കര ആവശ്യമാണ്. നമുക്കിങ്ങനെ ഒരു പാനൽ ഇന്റർവ്യൂ ആയിരിക്കും, അവരെന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ കുട്ടികൾക്ക് അതില്ല, കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ സ്കിൽസ് ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത്? അല്ല സർ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. നമുക്കിവിടെ നല്ല സ്കൂളുകളും നല്ല ടീച്ചർമാരും, എനിക്ക് ഉറപ്പായിട്ടുള്ള വിശ്വാസമുണ്ട് നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ പഠിപ്പിക്കുന്നതിനേക്കാളും ടീച്ചേഴ്സ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടും കിടന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. കാരണം ഞാൻ എൻ്റെ ബേസ് 7th മുതൽ 10th വരെ ഞാൻ എന്തൊക്കെയാണോ ഞാൻ അവർക്കാണ് എല്ലാം. കാരണം നമ്മൾ സ്കൂളാണ് ബേസ്, കോളേജ് പിന്നെയാണ് വരുന്നത്. അത് നമുക്ക് അത്രയും നമ്മൾ മെച്യൂർഡ് ആയി ഒരു പരിധി വരെ, ഒരു അഡൾട്ട് ആയിട്ടാണല്ലോ നമ്മൾ കോളേജിലോട്ട് വരുന്നത്. പക്ഷെ സ്കൂൾ ജീവിതം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എനിക്ക് ബാക്കിയുള്ള KV ഒക്കെ നല്ലതായിരുന്നു. ഞാൻ നന്നായിട്ട് ആ സ്കൂൾ മുതൽ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി തന്നെയായിരുന്നു. പക്ഷെ 7 മുതൽ 10 വരെ കിട്ടിയ ടീച്ചേഴ്സിൻ്റെ സ്നേഹം എന്ന് പറയാം, അവർ നമ്മളെ ഞങ്ങളെയൊക്കെ കുട്ടികളെ പോലെ തന്നെ, അവരുടെ കുട്ടികളെ പോലെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതാണ് എനിക്ക് അടിത്തറയായത്. അപ്പം നമുക്കിവിടെ ഉണ്ട്, സ്കിൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ഇതിലേക്ക് എത്താം, ആരെങ്കിലും റോൾ മോഡൽസ് ഉണ്ടോ, അതൊക്കെയാണ് പ്രശ്നം. സംസാരത്തിനിടയിൽ പലപ്പോഴും KV എന്ന് പറയുകയുണ്ടായി. കേന്ദ്രീയ വിദ്യാലയം, അതുപോലെ തന്നെ നവോദയ പോലുള്ള സ്കൂളുകളും, അതുപോലെ JNV, നമ്മുടെ JNV ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ശരിക്കും ഇതിനകത്ത് കൂടുതൽ നമ്മളെ സഹായിക്കുന്നുണ്ടോ? നമ്മളുടെ പഠനത്തിൽ നമ്മളുടെ ഈ ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ ഇൻപുട്ട് കിട്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ മുൻ വിദ്യാർത്ഥികൾ അവരൊക്കെ വലിയ വലിയ നിലയിലായിരിക്കും. ഇപ്പം നമ്മൾ ഗൂഗിളിന്റെ CEO നോക്കുവാണെങ്കിൽ സുന്ദർ പിച്ചായ്, പുള്ളി ഒരു JNV പഠിച്ചതാണ്, ജവഹർ നവോദയ വിദ്യാലയം സ്റ്റുഡൻ്റ് ആണ്. അപ്പം നമ്മൾ പുതിയൊരു സ്റ്റുഡൻറ്റ് ചെല്ലുമ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് ഇങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ട് എന്നൊരു വിശ്വാസം വരും. അങ്ങനെ കേന്ദ്ര വിദ്യാലയങ്ങളിലും ഇങ്ങനെ ഒരുപാട് ഉയർന്ന നിലകളിൽ പോകുന്ന ആൾക്കാരുണ്ട്.
അങ്ങനെ അതുകൊണ്ടായിരിക്കും. പിന്നെ നമുക്ക് എക്സ്പോഷറും നമ്മൾ കുറേ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഏകദേശം ജോലിക്കാരുടെ മക്കളായിരിക്കും. അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്നുമുള്ള സപ്പോർട്ട് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ട്. ടീച്ചേഴ്സിൻ്റെ ഭാഗമുണ്ട്, അവരൊക്കെ എക്സെപ്ഷണലി ക്വാളിഫൈഡ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ വേറെ ഒരു സ്കൂളിലെ ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചർ എനിത്തിങ് ലെസ് ക്വാളിഫൈഡ്. എനിക്കത് തോന്നുന്നില്ല. അവരും ഈക്വലി ക്വാളിഫൈഡ് തന്നെയായിരിക്കും. പക്ഷെ ഫെസിലിറ്റീസ് അത് വ്യത്യാസമുണ്ട്. ഞാൻ 5th ലും 6th ലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഡിജിറ്റലായിട്ട് ഫിലിമൊക്കെ കാണാൻ കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴല്ലേ നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുന്നത്. ഇവിടെ എനിക്കൊന്ന് സിലബസ് ബേസ്ഡ് ആണ് എല്ലാ കാര്യം. പക്കാ സിലബസിൽ നിന്ന് വിട്ട് പുറത്തേക്ക് കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, ഒരു എക്സ്പോഷർ ഒന്നിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ KVയിലും അതുപോലെ JNUയിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ്, എക്സ്ട്രാ ആക്ടിവിറ്റീസും കോൺഫിഡൻസ് ബിൽഡിങ്ങിനുള്ള സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സീനിയേഴ്സ് ആലുമിനി പ്രോഗ്രാമിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻപുട്സ് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്ത് കിട്ടുന്നുണ്ട്. മാത്രമല്ല വെൽ ഡിസിപ്ലിൻഡ് ആണല്ലോ ഈ KVയും JNUയൊക്കെ. അതുപോലുള്ള ഒരു വെൽ ഡിസിപ്ലിൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പോഷർ നമ്മളുടെ ഈ ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് സർ. പിന്നെ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്ന ചുറ്റുപാട് ഇപ്പോൾ അച്ഛൻ്റെ ക്യാമ്പിൽ, എയർഫോഴ്സ് ക്യാമ്പിലാണല്ലോ, ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓഫീസേഴ്സിനെയൊക്കെ കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ് അവിടെ. അപ്പം എൻ്റെ അച്ഛൻ സാധാരണ ഒരു എംപ്ലോയി ആണെങ്കിലും എനിക്ക് അച്ഛൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെ നേരിട്ട് കാണും. അവർ പോകുന്നു, അവർ ജീവിക്കുന്ന ജീവിത ശൈലി, അവരുടെ മക്കൾ നമ്മളുടെ കൂടെ പഠിക്കുന്നു, അതൊക്കെ ഒരു ഭയങ്കര എക്സ്പോഷർ ആണ് സർ. അപ്പം നമുക്കും ഉയരണം എന്നൊരു തോന്നൽ ഇപ്പൊ പോലും പോയാലും നമുക്ക് അത് വരും. ആ ഒരു അതെ, നമുക്കും ചെയ്യണം, നമുക്കും പഠിച്ചാൽ അവരെ പോലെ ആകാം എന്നൊരു തോന്നൽ വരും. ഇടുക്കിയിലെ കുട്ടികൾക്ക് അങ്ങനെയുള്ള എക്സ്പോഷർ കുറവാണ്. ശരിക്കും ഹൈലി ടാലന്റഡ് അല്ലേ? എനിക്ക് തോന്നുന്നു അതെ സർ, വളരെയധികം ടാലന്റഡ് ആണ്. നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഗൈഡ് ചെയ്യണം. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഈ ഡിസ്ട്രിക്റ്റിനും പുറത്തൊരു ലോകം ഉണ്ടെന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ പുറത്തൊന്നും പോകാനുള്ള ചാൻസ് കിട്ടാത്തവരാണല്ലോ. എന്നും പറഞ്ഞ് ഇതിങ്ങനെ പഠിക്കുന്നവർ എല്ലാം നന്നായി പോകുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മാത്രം കിട്ടുന്നൊന്നും അല്ല. വളരെ ഗവൺമെൻറ് സ്കൂളിൽ സാധാരണഗതിയിൽ പഠിച്ചു വരുന്നവരൊക്കെ അവരെയാണെന്ന് തോന്നുന്നു, ബാക്കിയുള്ള ഞങ്ങളെക്കാളും ഒക്കെ നല്ല റാങ്ക് വാങ്ങി അവർക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള വളരെയധികം മനസ്സുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഈ ഒരു മേഖലയിലാണെങ്കിലും അവർ ചെയ്യുന്ന മേഖലയിൽ അവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരും വിദേശത്തൊക്കെ നല്ല കമ്പനികളിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തോട്ട് വരണമെങ്കിൽ നാട്ടിൽ നിൽക്കാനുള്ള ഒരു മനസ്സും വേണ്ടേ. നമുക്ക് കൂടുതൽ നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് വിദേശ രാജ്യമാണല്ലോ കൂടുതൽ നമ്മുടെ ഒരു ലക്ഷ്യം. അതെ അതെ, അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി, ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ നല്ല ഹൈ സ്റ്റാൻഡേർഡ് ലിവിംഗ് ഉണ്ട്. അതെ. ഇവിടെ ഇടുക്കിയിലെ മുരിക്കാശ്ശേരി സ്കൂളിൽ ആണ് പഠിച്ചിരുന്നതെങ്കിൽ ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. ഇവിടെ നല്ല ടീച്ചേഴ്സ് ഉണ്ടല്ലോ. വി ഹാവ് എ വെൽ ഡിഫൈൻഡ് സിസ്റ്റം. എനിക്ക് തോന്നുന്നു എൻ്റെ ലക്ഷ്യങ്ങൾ ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുക, അത് എനിക്ക് പറ്റുമായിരിക്കും. കാരണം ഞാനിത് സ്കൂളിൽ പഠിച്ചപ്പോൾ മുതലൊരു ചിന്തയാണെങ്കിൽ ശരിയാ, അതെനിക്ക് ആ സ്കൂളിൽ നിന്ന് കിട്ടിയതെന്ന് നമുക്ക് പറയാം. സ്കൂളിൽ പഠിച്ചപ്പോൾ ഒന്നും ഞാൻ എടുത്ത് തീരുമാനമല്ലല്ലോ. അതും ആ സ്കൂളിലൊക്കെ പഠിച്ചിട്ടും തന്നെ ഞാൻ IELTS എഴുതി പുറത്ത് പോകാമെന്നാണല്ലോ ഞാൻ ആദ്യം ചിന്തിച്ചത്. അത് കാരണം ഇവിടെ പഠിച്ചാലും എനിക്ക് തോന്നുന്നു ആയേനെ. പക്ഷെ ചിലപ്പം കുറച്ചും കൂടെ എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടെ എഫേർട്ട് വേണ്ടി വന്നിരിക്കും. എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ ഇപ്പൊ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്താൻ പറ്റുന്ന. അതെ പറ്റും. നമുക്ക് മാനസികമായിട്ട് നമുക്ക് അതിനോട് തയ്യാറാണ്. ആദ്യം വേണ്ടത് ശരിക്കും എന്താ പറയുക, നമ്മുടെ മനസ്സിൽ വളരെ ആഴത്തിലുള്ള തീക്ഷ്ണവും തീവ്രവുമായ ഒരു ആഗ്രഹം, അങ്ങനെ ഒരു ഫയർ ഉടലെടുത്താൽ the entire universe will conspire for you. Most famous words of Paulo Coelho, the Alchemist. ഞാനും എൻ്റെ കുട്ടികൾക്കും ഇതുപോലെയുള്ള ഈ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ ആദ്യം കൊടുക്കുന്ന ആ ഒരു തീക്ഷ്ണമായ ആഗ്രഹം, ഒരു ഡീപ്പ് റൂട്ടഡ് ഡിസയർ ടു റീച്ച് സംതിങ്, അത് സെറ്റ് ചെയ്താൽ തന്നെ
കുറെ പിന്നെ ബാക്കിയുള്ളതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ തന്നെ വാതിലുകൾ താനേ തുറക്കപ്പെടും. പക്ഷെ അത് സെറ്റ് ചെയ്യുന്നതിൽ ശരിക്കും Teachers play ഭയങ്കരമായ റോളുണ്ട്. അതെ, കാരണം നമുക്ക് ഇവിടെ പേരൻസിന്റെ റോള് ലിമിറ്റഡ് ആണ്. ഈ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് ഫാമേഴ്സ് ആയിരിക്കും കൂടുതലും പേരൻസ്, അപ്പൊ അവർക്ക് അധികം ഒന്നും അറിയില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സും സ്കൂളും വളരെയധികം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പലപ്പോഴും ചില ടീച്ചേഴ്സിനൊക്കെ ഞാൻ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വന്തം കുട്ടികളെ പോലും ഒരു നീറ്റ് എക്സാം എഴുതിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഓക്കെ വി ക്യാൻ ലീവ് ഇറ്റ്, കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ലെറ്റ് ദം ടു ട്രൈ എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് പലപ്പോഴും ചില ടീച്ചേഴ്സ്, എല്ലാവർക്കും അല്ല, വളരെ അപൂർവം ടീച്ചേഴ്സിന് പോലും എന്ത് ചെയ്യാറുണ്ട്, കാണിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. മേഖലയിലും ഉണ്ട്. അതെ, അത് സർ അതിന്റെ പേഴ്സണൽ, അത് എനിക്ക് തോന്നുന്നു എല്ലാം നമ്മുടെ നാടിന്റെ ഒരു കുഴപ്പമായിരിക്കും. എന്നൊരു സംഭവം നമ്മൾ ഒന്നും അതിന് നേരിടാൻ തയ്യാറല്ല. അപ്പം അതുകൊണ്ടായിരിക്കും സേഫ് സോൺ. അതെ, കുട്ടികളെ മനസ്സിൽ സേഫ് സോൺ. അത് അങ്ങനെ സേഫ് ആക്കിയിട്ട് വെച്ചിട്ട് എന്തിനാ ആ ബട്ടർഫ്ലൈ, ഒരു ബട്ടർഫ്ലൈ എങ്ങനെയാണ് ബട്ടർഫ്ലൈ ആകുന്നതെന്ന് ഒരു ലൈഫ് പ്രോസസ് ഉണ്ടല്ലോ. അതിനെ ശരിക്കും നമ്മൾ പേരൻസും അല്ലെങ്കിൽ ടീച്ചേഴ്സും ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ആ ശരിക്കും അതിന്റെ കളറും ആ വിങ്സും ഒക്കെ അതിന്റെ സ്ട്രെങ്ത് വേണമെങ്കിൽ അത് ആ സ്ട്രഗിളിൽ കൂടെ പോകണം. ആ സ്ട്രഗിളിൽ കൂടെ പോകാനുള്ള അവസരമാണ് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ടീച്ചേഴ്സും എനിക്ക് തന്നത്. നമ്മുടെ പൊതുവെ ഒരു ധാരണയുണ്ട്, പ്രത്യേകിച്ച് സിവിൽ സർവീസ് പോലുള്ള എക്സാമിനൊക്കെ ടോപ്പിൽ വരുന്ന കുട്ടികൾ ഭയങ്കരമായ പഠിപ്പിസ്റ്റുകളായിരിക്കും, ഭയങ്കരമായ വായനയുടെ ഒരു ലോകം, അവർ എന്താ പറയുക, പുസ്തക പുഴുക്കളായിരിക്കും എന്നൊക്കെ ഒരു ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ ധാരാളം ബുക്സുകൾ വായിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. സർ, ഞാൻ ആകെ വായിച്ചിട്ടുള്ളത് എൻ്റെ സ്കൂൾ ജീവിതത്തിൽ എൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഞാൻ വായിച്ചിട്ടുള്ളൂ. പക്ഷെ അത് ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം എൻ്റെ സ്കൂളിലൊക്കെ എനിക്ക് ഞാൻ എല്ലാ ഇപ്പോൾ 10th എൻ്റെ ടോപ്പായിരുന്നു, 12th ഞാൻ ടോപ്പിലുണ്ടായിരുന്നു. അതുപോലെ എഞ്ചിനീയറിംഗ് ബുക്സ് ഞാൻ ടെക്സ്റ്റ് ബുക്സ് ആണ് വായിച്ചിട്ടുള്ളൂ. അതല്ലാണ്ട് പുറത്തോട്ടുള്ള ലിറ്ററേച്ചർ ഞാൻ ഇപ്പം പറയുവാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ വായിച്ചിട്ടുള്ളത് 6-7 പുസ്തകമായിരിക്കും. അതിൻ്റെ സാറ് പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ എണ്ണ ഇട്ട് പറയാം. അപ്പം അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് ഭയങ്കര കടൽ പോലെ വായിച്ചവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന് തെറ്റിദ്ധാരണയാണ്. അത് പ്രത്യേകിച്ച് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു റൈറ്റർ എന്നോ അല്ലെങ്കിൽ ഇന്ന മഹാനെന്നോ അങ്ങനെയൊന്നും എടുത്തു പറയാനില്ല. ഒരു ടീച്ചറുടെ പേര് ആദ്യം പറഞ്ഞു, അതിനേക്കാൾ ഉപരിയായിട്ട് അങ്ങനെ പറയാനൊന്നും അങ്ങനെ അല്ല. പുസ്തകത്തിൽ നിന്നും ഇൻസ്പയർ എനിക്ക് പൗലോ സാർ പറഞ്ഞ ബ്രസീലിയൻ ഓതറിന്റെ അതെ അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ, ദ ആൽക്കെമിസ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതേപോലെ ഇത് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടും ഇടയ്ക്ക് ഞാൻ വായിക്കാൻ ഇടയായതാണ് വിക്ടർ ഫ്രാങ്കിളിന്റെ എ മാൻസ് സെർച്ച് ഫോർ മീനിങ്. അതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പിലെ കഥയാണ്. അപ്പം അത് ഞാൻ വായിക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പം അത് പഠിത്തത്തിനോട് ഈ സിവിൽ സർവീസിന്റെ ഇടയ്ക്കാണ് ഞാൻ വായിച്ചത്. അതെനിക്ക് അപ്പം ഇൻസ്പയർ ആയിട്ടുണ്ട്. അതല്ലാണ്ട് ഒരു റൈറ്റർ മുഖേനയൊന്നും അല്ല എനിക്ക് ഇൻസ്പിറേഷൻ ഒന്നും വന്നത്. ഇതൊരു സിലബസ് ബേസ്ഡ് ആണല്ലേ? എക്സാക്ട്ലി സിലബസ് ബേസ്ഡ് ആണ് സർ. അപ്പൊ നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ എല്ലാ സാധനങ്ങളും ആ സിലബസിലുണ്ട്. പക്ഷേ നമുക്കത് പഠിക്കാൻ പറ്റാവുന്നതാണ്. നമുക്കൊരു ഇപ്പോൾ ഒരു പേപ്പറൊന്നും ഞാൻ അധികം പേപ്പറൊന്നും അതിനു മുമ്പ് വായിക്കാത്ത ഒരാളായിരുന്നു സത്യം പറയുവാണെങ്കിൽ. പക്ഷെ ഞാൻ ഈ തീരുമാനം എടുത്തതിന് ശേഷം ദ ഹിന്ദു, എനിക്ക് മലയാളം ഞാൻ 2 വർഷമാണ് പഠിച്ചിട്ടുള്ളൂ, 7ലും 8ലും. അതുകൊണ്ട് മലയാളം പേപ്പർ വായിക്കാനിരുന്നാൽ ചിലപ്പോൾ ഞാൻ ആ ദിവസം മുഴുവൻ എടുക്കും. കാരണം അത് വായിച്ചു വരാൻ എനിക്ക് ഭയങ്കര സ്ലോ ആണ്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പേപ്പറായിരുന്നു വായിക്കുന്നത്, അത് ഹിന്ദു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയ സമയം മുതൽ ഞാൻ എക്സാം റിസൾട്ട് വരുന്നോടെ വരെ ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വായിക്കുമായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരു വർഷം വായിച്ചാൽ നമുക്ക് ആ ബാക്കപ്പ് കിട്ടും. പിന്നെ നമ്മൾ ഈ സബ്ജക്ട്സ് ഒക്കെ പഠിക്കുവാണല്ലോ. അപ്പം നമ്മൾ ശരിക്കും ഈ പരീക്ഷയിൽ എന്താണ് അവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റാറ്റിക് സിലബസ് ഉണ്ട്. ഇപ്പോൾ പോളിറ്റിക്സ് ആണെങ്കിൽ എങ്ങനെയാണ് ബേസിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എന്ത് നടക്കുന്നു അതും കൂടെ ലിങ്ക് ചെയ്താണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. സിലബസ് ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ ലിങ്ക് ചെയ്താണ് എല്ലാ ക്വസ്റ്റ്യൻസും. അതെ, അങ്ങനെയാണ് എല്ലാ ക്വസ്റ്റ്യൻസ് വരിക. ഡയറക്റ്റ് ആയിട്ട് ഒന്നും അവർ ചോദിക്കില്ല. നമുക്ക് ഈ ഹൈസ്കൂൾ ലെവല് മുതലേ ഈ സിലബസ് പയ്യെ സ്കൂൾ സിലബസിന്റെ കൂടെ ആഡ് ചെയ്ത് പഠിച്ചു പോയാൽ കുറേയും കൂടി നേരത്തെ അല്ലെ ഒരു 23-24 വയസ്സിലൊക്കെ അല്ലെ 25 വയസ്സിലൊക്കെ IAS കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതെ സർ, അത് വളരെ കൂടുതലാണ് അങ്ങനെയുള്ള പോസിബിലിറ്റി. കാരണം നമ്മൾ ഈ ടോപ്പ് റാങ്കേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഇപ്പം 2016-ലെയും 18-ലെയും ഒക്കെ ചില നമ്മൾ എടുത്തു നോക്കിയാൽ അവർ
അവർ പഠിക്കുന്നത് വലിയ വലിയ നഗരങ്ങളിലായിരിക്കും, ഡൽഹിയിലൊക്കെ. അപ്പോൾ അവർ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കോച്ചിങ് അക്കാഡമികൾ ഉണ്ടെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യും. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അവർ പഠിച്ചു തുടങ്ങും. അപ്പോൾ ആ 3 വർഷത്തിനോടൊപ്പം തന്നെ അവർ ഏകദേശമൊക്കെ ഈ സിലബസ് ഒക്കെ കവർ ചെയ്ത് കഴിയും. എന്നിട്ടും അവർ 1 വർഷം ഡ്രോപ്പ് ചെയ്ത് പിന്നെ എല്ലാം കൂടി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടാണ് അവരുടെ ആദ്യത്തെ അറ്റംപ്റ്റ് എഴുതുന്നത്. അപ്പോൾ അവർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പലരും ഇങ്ങനെ കിട്ടിയവർ അവർ വായിക്കുന്ന എന്താണ് CSR, കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ, കോമ്പറ്റീഷൻ വേൾഡ്, കുരുക്ഷേത്ര, യോജന, ഇങ്ങനെയുള്ള സാധനങ്ങളെ പറ്റിയൊക്കെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വളരെ അനിവാര്യമാണ്. ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടൊന്ന് ലിങ്ക് ചെയ്യണമെങ്കിൽ. അങ്ങനെയാണല്ലേ സർ? അതൊക്കെ ബുക്സ് അല്ലേ? അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ കഴിഞ്ഞ ഒരു തലമുറയായിരുന്നു ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഞാനൊന്നും അത് വായിച്ചിട്ടേ ഇല്ല സത്യം പറയാം. കാരണം ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് കണ്ടന്റ്സ് ഉണ്ട്. അന്നു വരുന്ന ന്യൂസിൽ എന്തൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വെബ്സൈറ്റ്സ് അപ്ലോഡ് ചെയ്യും. നമ്മൾ അത് ഡയറക്റ്റ് ആയിട്ട് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് പോയി വായിച്ച് അത് ഞാൻ എഴുതിയും എടുത്ത് റിവൈസും ചെയ്ത് നമ്മൾ എഴുതി പഠിക്കണം. കാരണം നമുക്ക് മെയിൻസ് മൊത്തം എഴുതാം ഏതെങ്കിലും ഭാഷയിൽ. അതിപ്പോൾ നമ്മുടെ മാതൃഭാഷയാണെങ്കിലും മതി. എനിക്ക് മലയാളം അത്ര അറിയില്ലാത്തതുകൊണ്ട് എൻ്റെ മാതൃഭാഷയല്ല ഞാൻ എടുത്തത്, ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയത്. അപ്പം ആ ഏത് ലാംഗ്വേജ് ആണോ എടുക്കുന്നത് അതിനകത്ത് എഴുതാനുള്ള കഴിവുണ്ടായാൽ മതി. ഈ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഏതാണെങ്കിലും കുഴപ്പമില്ല. അതെ, നമുക്ക് ഓൺലൈനൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ. പഴയ തലമുറയാണ് ഈ പീരിയോഡിക്കൽസിന്റെ പ്രയോഗം. അതെ സർ, കാരണം നമ്മൾ കുറെ പൈസയും കൊടുക്കണമല്ലോ. ഇതൊക്കെ ഫ്രീയാ. ഈ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്ന ആർട്ടിക്കിളൊക്കെ ഫ്രീയാ. പിള്ളേരെന്നുള്ള നിലയിൽ അതല്ലേ നമ്മൾ നോക്കുള്ളൂ. അപ്പം മാം പറഞ്ഞു നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം നല്ലൊരു ഗൈഡ് വേണം, നല്ല പവർഫുൾ ആയിട്ട് സപ്പോർട്ട് വേണം, പ്ലസ് നല്ല കോൺഫിഡൻസ് വേണം, അതുപോലെ നല്ല ഫയറോട് കൂടിയ ഒരു ഡിസിഷൻ, ഒരു ഫയർ എന്ന് വെച്ചാൽ വളരെ ശക്തമായ വേണം മനസ്സിൽ. അപ്പം ഇത് ഇടുക്കിയിലെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സ്കിൽസും അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സും ഒക്കെ ഇവിടെ ലാക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും സജഷൻസ് പറയാൻ പറ്റും? എനിക്ക് ആകെ തോന്നുന്നത് ഇവർക്കൊന്നും സ്കില്ലിന്റെ കുറവൊന്നും കാണത്തില്ല. കൂടുതലാണല്ലേ അതെ, എനിക്ക് തോന്നുന്നത് അതെ. എനിക്ക് ഒരു രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു മലയോര പ്രദേശമാണ്. ഇവിടെ ആൾക്കാർ പോരാടിയാണ് ജീവിക്കുന്നത്. എല്ലാവരും കർഷക കുടുംബത്തിലായിരിക്കും. രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്ത് ജീവിക്കുന്നത് നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിലാണ്. അപ്പൊ പിള്ളേർക്ക് ഓട്ടോമാറ്റിക്കലി വരേണ്ടതാണ് ആ ഹാർഡ് വർക്കിന്റെ ഒക്കെ ക്വാളിറ്റി. എനിക്ക് ഇന്നലെ തന്നെ ഞാൻ ഒരു കൂമ്പന്മാരെ പഠിച്ച ഒരു കൊച്ചിനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ ആ കൊച്ച് എനിക്ക് വളരെ മിടുക്കിയാണ്. അപ്പം സ്കൂളിൽ എനിക്ക് കിട്ടിയ എക്സ്പോഷറിനേക്കാളും ഒക്കെ നല്ല എക്സ്പോഷർ ആ കൊച്ചിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റോൾ മോഡൽസിന്റെ കുറവായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ഓരോ സ്കൂളിൽ നിന്നും രക്ഷപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും അവരുടെ ഒരു ദൗത്യമായി തന്നെ അത് എടുക്കണം. എപ്പോഴൊക്കെ നാട്ടിൽ വരുന്നു അപ്പോഴൊക്കെ അവർക്ക് പോകാൻ പറ്റുവാണെങ്കിൽ പിള്ളേരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പഠിച്ച കോച്ചിങ് അക്കാഡമി അങ്ങനെ സെഷൻസ് അറേഞ്ച് ചെയ്യുമായിരുന്നു. അത് ഞാൻ വളരെ ഇൻട്രസ്റ്റോടു കൂടി, നമ്മൾക്ക് ആരാണ് പറഞ്ഞു തരുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ മതി. നമുക്കത് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആണ്. ചിലപ്പം അവരും ചിന്തിക്കുമായിരിക്കും ആ ചേച്ചിക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റുമായിരിക്കും. അങ്ങനെ ഒരു കൊച്ചു ചിന്തിച്ചാൽ മതിയല്ലോ ജീവിതം. തീർച്ചയായിട്ടും അല്ല, ഒരു 100 പേര് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അതിൽ 8, 10, 15 പേര് ചിലപ്പോൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ സിവിൽ സർവീസ് അല്ലെങ്കിൽ UPSC, അതുപോലെ PSCയിലെങ്കിലും കയറി പോകുമല്ലോ. തീർച്ചയായിട്ടും അതെ, എന്തെങ്കിലും വലിയൊരു ലക്ഷ്യം വെക്കാനുള്ള ഒരു കപ്പാസിറ്റി, അത് പിന്നെ അത് വെച്ച് കഴിഞ്ഞിട്ട് അത് നേടാൻ പോരാടേണ്ടിയും വരും. എല്ലാവരുടെ അടുത്തും പോരാടേണ്ടിയും വരും. അതിനുള്ള മനക്കെട്ടി നമ്മൾ എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കണം. അവർക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് സമൂഹത്തിൽ എന്താണ് നമ്മുടെ ലക്ഷ്യം, എങ്ങനെ ഏത് പ്രൊഫഷൻ എടുത്താലും, ഇപ്പോൾ സിവിൽ സർവീസ് മാത്രമല്ല, എല്ലാ രീതിയിലും നമുക്ക് ആൾക്കാരെ വേണം. അപ്പം എനിക്ക് എൻ്റെ കരിയറിൽ ഏത് രീതിയിൽ ഞാൻ ചൂസ് ചെയ്താലും എനിക്ക് അവിടെ ഒരു എക്സെപ്ഷണൽ ആളാവണം എന്ന് എനിക്ക് വളരെയധികം ഡിസയർ ഉണ്ടായിരുന്നു. അതെ. If you cannot be a pine tree on the top of the hill, dancing in the wind, just be a scrub. If you cannot be a scrub, just be a bush. If you cannot be a bush, just be a grass, but be the best grass. Douglas Mallock. അപ്പോൾ ലൈൻസ് അങ്ങനെയല്ല, ഞാനത് പറഞ്ഞില്ല, പോയം വേറെ രീതിയിലാണ്. എൻ്റെ ഐഡിയ അതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ
ഇയാളുടെ ഒരു സക്സസ് ഹിസ്റ്ററി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രേസ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ശക്തനായൊരു ഗൈഡിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം. പിന്നെ സ്കില്ലും അല്ലെങ്കിൽ സ്കില്ലും ടാലൻസും നമ്മുടെ കുട്ടികൾ എല്ലാവർക്കും തന്നെ ഉണ്ട്. ദാറ്റ് ഷുഡ് ബി പോളിഷ്ഡ് ആൻഡ് ഡെവലപ്ഡ് അല്ലേ, അത് മസ്റ്റാണ്. അപ്പോൾ എന്ന് വെച്ചാൽ സിലബസിന് പുറത്തേക്ക് കുറച്ചുകൂടി കുട്ടികൾ എന്ത് ചെയ്യണം പോകേണ്ട ഒരു സമയമായി. നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്താ വെച്ചാൽ മാക്സിമം ഫുൾ A+ അല്ലെ ഫുൾ A1 എന്നൊരു കൾച്ചറാണ്. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഹാസ് നോ യൂസ്. ദേ ആർ നോട്ട് ഏബിൾ ടു ജോയിൻ ഇൻ എ ഗുഡ് ഫോർ എ ഗുഡ് കോഴ്സ്. നല്ലൊരു കോഴ്സിന് അഡ്മിഷൻ പോലും കിട്ടാൻ എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ലാത്തൊരു സ്റ്റേജാണ്. ഫുൾ A1 ഉണ്ട്, ഫുൾ A+. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കുട്ടികളെ കുറേ കൂടി എന്ത് ചെയ്യണം, കൊണ്ടുപോകണം എന്നാണ് മാം ഉദ്ദേശിച്ചത് അല്ലേ? അമിതമായി മാർക്ക് കിട്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ 100 out of 100 വാട്ട്സ് ഇറ്റ് ഫോർ? സർ എനിക്ക് തോന്നുന്നു അത് വേറൊരു ക്വാളിറ്റിയും കൂടിയാണ് അവരിൽ. അത് നമുക്ക് അവർക്ക് കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്താലും മാത്രമല്ലേ നമുക്ക് കിട്ടുള്ളൂ അത്. അപ്പൊ ആ ക്വാളിറ്റിനെ എടുത്ത് ഒന്ന് ദിശ തിരിച്ചു വിട്ടാൽ മതി. എനിക്കതാ തോന്നുന്നത്. കാരണം ഫുൾ A+ വാങ്ങുന്നവര് എനിക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു 10ലൊക്കെ. അപ്പം ഞാൻ ഓർക്കുന്നത് ഞാൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിരുന്നു, ഞാൻ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. ഞാൻ ടീച്ചേഴ്സ് പറയുന്ന അതുപോലെ ഞാൻ കേൾക്കുമായിരുന്നു. അവരെന്ത് ഇമ്പ്രൂവ്മെൻറ്റ് പറഞ്ഞാലും ഞാനത് പോസിറ്റീവായിട്ട് എടുത്ത് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. എനിക്ക് അധികം മാത്സിൽ ടാലൻ്റ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞാനത് ശ്രമിക്കാൻ ഞാൻ റെഡി ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള കുട്ടികളും വേണം സർ. നമുക്ക് ഫുൾ A+ നമ്മൾ വളരെ എനിക്കിപ്പോ റീസെന്റ് ഫീൽ ചെയ്തൊരു കാര്യം എന്താ പറയുക, ഇപ്പം 1200 മാർക്ക് വാങ്ങിയ +2 സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ 100 out of 100 മാർക്ക് വാങ്ങിയ കുട്ടികളാണ്. അവരിൽ പലരെയും ഞാൻ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ദേ ആർ നോട്ട് അറ്റ് ഓൾ കോൺഫിഡൻറ്റ് ടു ഡു സംതിങ്. ഒരു കുറച്ച് റിസ്ക്. ഇപ്പൊ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ പോലും എന്തില്ല, അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ലെവൽ 1 or 2 എന്താ ഒരു ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് കിട്ടാൻ ടോട്ടലി ഡീമോട്ടിവേറ്റഡ് ആകും. പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാം. ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ ഫൈറ്റ് ഫോർ ദിസ്. മാമൊക്കെ ശരിക്കും റിയലി ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ ഫൈറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഒന്നും കുട്ടികളിലേക്ക് വരുന്നില്ല. അത് ഈ ഒരു മാർക്കിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് പറയാൻ പറ്റൂലേ, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. എനിക്ക് അത് അങ്ങനെയാണ് മെന്റാലിറ്റി. അതെനിക്ക് പൊതുവേ കിട്ടുന്ന ഒരു കമന്റ് ആണ്. ഈ ജനറേഷനിലുള്ള പിള്ളേർക്ക് അങ്ങനെ എന്തെങ്കിലും കുഞ്ഞൊരു ഫെയിലിയർ വന്നാൽ അവരങ്ങ് ഡിസ്ഹാർട്ടൻഡ് ആവുമെന്ന് ഞാൻ അവിടെയും കേട്ടു. ചെന്നൈയിലും ഞാൻ എൻ്റെ അക്കാഡമി പോയപ്പം ഇങ്ങനെ തന്നെ സാറുമാർ പറയുന്നത് കേട്ടു. കുഞ്ഞെന്തെങ്കിലും വന്നാൽ അവരപ്പോൾ അത് വേണ്ട ഗിവപ്പ് ചെയ്യും എന്ന്. അവര് റിസ്ക് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ടേക്ക് അപ്പ് ചെയ്യുന്നില്ല. റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം, ചലഞ്ചസ് ഒന്നും ചെയ്യുന്നില്ല. ടോട്ടലി കംഫർട്ടബിൾ അല്ലേ. സ്കൂൾ ബസ്സിൽ കയറുന്നു, സ്കൂളിൽ ഇറങ്ങുന്നു, തിരിച്ചു ഒരു റിസ്ക് ആയുള്ള ചലഞ്ചസ് ആയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ടേക്കപ്പ് ചെയ്യുന്നില്ല. അതും ആവാം അല്ലേ? അതായിരിക്കും. ഞാനും ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരാൾ തന്നെയായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ എന്തെങ്കിലും വലുതാവണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ കുഴിച്ചു മൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ജോലി സ്ഥലത്ത് പോയപ്പോഴാണ് എൻ്റെ സാറ് ഗൈഡിനെ കണ്ടപ്പോഴും റോയ് മാമൻ സാറിനെ കണ്ട് സാറ് ഐഡൻറ്റിഫൈ ചെയ്ത് ഞാൻ നിന്റെ കൂടെ നിൽക്കാമെന്ന് സാറ് പറഞ്ഞു. പിന്നെ എൻ്റെ പേരൻസും നീ ഇത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള പിള്ളേർക്ക് ചിലപ്പോൾ ഒരു സപ്പോർട്ടായിരിക്കും ലാക്കിങ്. ഞങ്ങളുണ്ട്, യു ഗോ ഫോർ ഇറ്റ്. ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഒന്നും നമ്മൾ പരാജയപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ഒന്നും ഇടിഞ്ഞു വീഴില്ല. ഞാനപ്പം അവിടെ ചെന്ന് പിള്ളേരോട് എനിക്ക് അവിടെ സെഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഈ എക്സാം ഞാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങ് മരിച്ചു കളയും, അല്ലെങ്കിൽ എനിക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല ഇതില്ലെങ്കിൽ എന്നൊന്നും ഞാൻ ചിന്തിച്ചേ ഇല്ല. കാരണം ഞാൻ ഈ 5 വർഷം പഠിച്ചു. അത് അങ്ങനെയുള്ള ചിന്ത ഉണ്ടായിട്ടില്ലെന്നല്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എൻ്റെ കഴിവുകളും കോൺഫിഡൻസും കൺസിസ്റ്റൻസിയും ഒക്കെ വെച്ച് എന്നെ എവിടെ ഇട്ടാലും ഞാൻ നന്നായി ജീവിക്കും, നന്നായി ഞാൻ ചെയ്യും. അപ്പൊ ആ ഒരു നമുക്ക് ആ റിസ്ക് നമുക്ക് ബാക്കി ആരെങ്കിലും വേണം സപ്പോർട്ട് ചെയ്യാൻ. തളർന്നു പോകും ഒരു തൊട്ടാവാടിയെ പോലെ. ഒരു മാർക്ക് കുറഞ്ഞാൽ പെട്ടെന്ന് തളർന്നു വീഴുന്ന കുട്ടികൾ. ജീവിത പരീക്ഷ പാസ്സാകുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ഒരു കാര്യം. അതിന് നമ്മളുടെ കുട്ടികൾക്ക് പലപ്പോഴും നമ്മളുടെ ഈ നിലവിലുള്ള സംവിധാനത്തിൽ അഡീഷണൽ ആയിട്ടുള്ള ഹെൽപ്പ്, ഗൈഡൻസ്, സപ്പോർട്ട് എല്ലാം ആവശ്യമാണ്. അത് പലപ്പോഴും കിട്ടാതെ വരുന്നു. അല്ല, കിട്ടാതെ വരുന്നതിനപ്പുറം കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യാതെ കൂടി വരുന്നില്ലേ, അങ്ങനെയും ഉണ്ട്. എനിക്കത് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? നമ്മളിപ്പം ഗൈഡ് ചെയ്താലും കുട്ടികളെ പലപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് വില്ലേജ് ഏരിയയിലെ കുട്ടികൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പറയും, അതിൽ സന്തോഷം കണ്ടെത്തുക, അല്ലെങ്കിൽ അതാണ് വലിയ സംഭവമാണ് എന്ന് ഫീൽ ചെയ്ത് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു അവസ്ഥ പൊട്ടിക്കിണറ്റിലെ തവളനെ പോലെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ പുറത്തു പോയി
നല്ല രീതിയിൽ നല്ല പിള്ളേർ നല്ല രീതിയിൽ നടക്കുന്നതൊക്കെ കാണുമ്പോൾ അവർ മറ്റുള്ള പിള്ളേർ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ഇവര് അവരെ പുഷ് ചെയ്യുമായിരിക്കും അവരെ തന്നെ. കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുമ്പോഴാണ് ഈ കുട്ടികൾ തിരിച്ചറിയുക അവർക്ക് എന്തറിയില്ല. അല്ലെങ്കിൽ ആ ക്ലാസിന്റെ 4 യൂറുകൾക്കുള്ളിൽ അവരാണ് ടോപ്പ്, രാജാവ്. മൈൻഡിൽ ആ ഒരു സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്തു തരണം അല്ലെ. സിവിൽ സർവീസിൽ 41st റാങ്കാണ് കിട്ടിയത്. നോർമലി ഒരാളും ചെയ്യാത്ത ഒരു കാര്യമാണ് മുഹമ്മദ് ചെയ്തത്. വളരെ അപൂർവമായിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ IAS കിട്ടിയിട്ട് IPSലേക്ക് എന്ത് ചെയ്യാറ് മാറാറുള്ളൂ. എന്താണ് അതിന്റെ പിന്നിലുള്ള ആ ഒരു ചേതോവികാരം? അതെ സാർ പറഞ്ഞ പോലെ 41st റാങ്ക് ആയത് കാരണം എനിക്ക് IPS IFS IAS ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പം ഞാൻ എൻ്റെ കോൺഷ്യസ് ഡിസിഷനാണ് പോലീസ് സർവീസിങ് എടുക്കുക എന്നുള്ളത്. അത് കാരണം എനിക്ക് പണ്ടും എനിക്ക് തോന്നുന്നു ഞാൻ ഓർമ്മ വെച്ചപ്പോൾ മുതൽ എനിക്ക് ഈ ഒരുപാട് പെണ്ണുങ്ങളൊന്നും ഇല്ലാത്ത ഒരു മേഖലയിൽ പോകണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതെങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ കയറിയെന്ന് ചോദിച്ചാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഓഫീസിലൊക്കെ ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നെ കൊണ്ട് കാണിച്ചിട്ടൊക്കെ ഉണ്ട് അവർ. അപ്പം പിന്നെ അങ്ങനെ ഇപ്പോൾ കൽപ്പന ചാവ്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ ദൂരത്താണെങ്കിലും എനിക്കവർ വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർ അപ്പം ഞാൻ വിചാരിച്ചതിൽ നമുക്ക് ഈ സർവീസ് എല്ലാം ഉണ്ട്. ഈ സർവീസിൽ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. സാധാരണ പെൺപിള്ളേർ എനിക്കൊന്നും അവർ തന്നെ അവർ എടുക്കുവാണ്. അവരുടെ സോഫ്റ്റ് ആളാണ്. അതെ അതെ, ഇത് വളരെ ചാലഞ്ചിങ് ആണ്. ഫാമിലി ലൈഫ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ പലതും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവർ എടുക്കുകയില്ലാത്തത്. പിന്നെ ആരും ഒരു റോൾ മോഡലായിട്ടും നമുക്ക് ആൾക്കാരില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് ലിംഗസമത്വത്തിൽ വളരെയധികം വിശ്വാസമുണ്ട്. അപ്പം നമ്മൾ വികസിത രാജ്യമൊക്കെ എടുക്കുകയാണെങ്കിൽ അവരെല്ലാവരും എല്ലാത്തിലും ഉണ്ട്. നമ്മുടെ രാജ്യം എന്നങ്ങനെയാകുന്നു അന്ന് നമ്മൾ വികസിത രാജ്യമാകും. അപ്പം എന്നാൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യണം. പിന്നെ പോലീസിൻ്റെ ജോലി എനിക്ക് വളരെ ഇഷ്ടമാണ്. അവർ നമ്മുടെ കാവൽക്കാരല്ലേ. ഈ സൊസൈറ്റിയിൽ സമാധാനം ഇല്ലാതെ നമുക്ക് എന്ത് പുരോഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ തന്നെ കള്ളനൊക്കെ കയറിയ എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഒരു 6 മാസത്തേക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല. അത് വലിയൊരു റോബറി ഒന്നും അല്ലായിരുന്നു. ഇവിടെയല്ല, മുകളിൽ ഞങ്ങൾക്ക് ഒരു പഴയ വീടുണ്ട്. തൊട്ട് മുകളിൽ ഒരു ഇച്ചിരി അങ്ങ് കയറി പോയാൽ മതി. അപ്പൊ അവിടെ വെച്ച് കള്ളൻ ഒരു റോബറി ഉണ്ടായി. അന്നാണ് എനിക്ക് മനസ്സിലായത് പോലീസിന്റെ റോൾ ഇത്രയും ഉണ്ടെന്ന്. അവർ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് താമസിച്ചാണ് എത്തിയത്. എത്തിക്കഴിഞ്ഞിട്ട് അവര് ഞങ്ങളെ ഏകദേശം എന്നോട് പറഞ്ഞു, ഞങ്ങളിവിടെ ഉണ്ട്, സ്വസ്ഥമായി ഉറങ്ങിക്കും, ഞങ്ങളൊക്കെ ഇവിടെ പാട്രോളിങ് ചെയ്യുന്നുണ്ട്, പേടിക്കണ്ട. എന്നാലും ഏകദേശം 6 മാസത്തോളം എനിക്ക് ഉറക്കം വന്നില്ല. പിന്നെ ഇൻഫോസിസിൽ ഞാൻ ജോലി ചെയ്തപ്പോൾ അവിടെ എൻ്റെ ഹോസ്റ്റല് സെക്യൂരിറ്റി ഗേറ്റിൻ്റെ അടുത്തായിരുന്നു. ഒരുപാട് പോലീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനൊന്ന് ഉറങ്ങി തുടങ്ങിയത്. എനിക്ക് ആ ജോലി ഇഷ്ടമാണ്. That may be the most important reason behind this. ഇനി എന്തായാലും IPS യൂസ് ചെയ്തു. Within a few months or after a year, you are joining the police department. IPS officer ആയിട്ട് ക്യാപ്പൊക്കെ വെച്ച് ഭയങ്കര പവർഫുൾ ലേഡി ആയിട്ട് എന്ത് ചെയ്യണം? പ്രത്യേക എല്ലാവിധ ആശംസകളും എല്ലാവരുടെയും ഇടുക്കിക്കാരെ പ്രത്യേകിച്ച് അഭിമാനമായിട്ട് മാറിയ അശ്വതി, ഇടുക്കിക്ക് വേണ്ടി ഇനി എന്താണ് ചെയ്യാൻ പോകുക? ഇടുക്കിയിലേക്ക് വരും എന്തെങ്കിലും പ്ലാനിങ്സ് ഉണ്ടോ? ഇടുക്കിക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലി ഇവിടെയുള്ള ഗേൾസും പല ഗേൾസ് സഫർ ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരു ഐഡിയ മനസ്സിലുണ്ടോ? അതെ സർ, ആദ്യം തന്നെ എനിക്ക് ഒരുപാടൊന്നും പോലീസിന് എന്താണ് ഗ്രൗണ്ട് ലെവലിൽ സംഭവിക്കുന്നത് എനിക്കിപ്പോൾ അറിയത്തില്ല. പക്ഷെ നമ്മൾ ട്രെയിനിങ്ങിലാവുമ്പോൾ അങ്ങനെ അവർ പറഞ്ഞു തരുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എനിക്ക് തോന്നുന്നു പോലീസ് സ്റ്റേഷൻ വലിയൊരു സംഭവമല്ല, ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാം എന്നുള്ളൊരു സ്ഥലമാക്കി മാറ്റണം. കാരണം സാധാരണ ആൾക്കാർക്കൊക്കെ പേടിയാണ് കയറി ചെല്ലാൻ. അതെ, ഒരു മെയിൽ മെമ്പർ ഇല്ലാണ്ടൊന്നും അവർ പോകത്തില്ല. ഇതെന്തോ വേറൊരു സാമ്രാജ്യം, നമ്മൾ പോയാൽ നമ്മൾ എന്തോ പ്രശ്നം ത്രെറ്റാണെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ നമ്മളവിടെ ഹെൽപ്പ് ചെയ്യാനല്ലേ ഇരിക്കുന്നത്. അപ്പം ഇപ്പം അങ്ങനെ അല്ലെന്നല്ല, ആൾക്കാരുടെ ഉള്ളിൽ അങ്ങനെയാണ് ചിന്ത. അവരുടെ പോലീസിന്റെ ഭാഗത്തു നിന്നല്ല, ആൾക്കാരുടെ ഉള്ളിൽ അങ്ങനെ ഒരു പേടിയുണ്ട്. മാറ്റി കിട്ടണമെന്നുണ്ട് അതിന്റെ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ പിന്നെ കുറെ വിമൻ പോലീസ് ഒക്കെ വന്നതോടുകൂടി കുറച്ചൊക്കെ ഇംപ്രൂവ്മെന്റ് കംഫർട്ടബിൾ ആയി. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയം, അപ്പം ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ശരിക്കും നല്ലൊരു ഗൈഡ് വേണം, എന്ത് ചെയ്യണം, നല്ല ഇൻസ്പയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ആൾ വേണം. അതുപോലെ നല്ല കോൺഫിഡൻസും അത്യാവശ്യം നല്ല ടീച്ചേഴ്സിന്റെ ഉള്ളൊരു സ്കിൽ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും അച്ചീവബിൾ ആയിട്ട് പോകാനുള്ളത്. അപ്പം മാമിന്റെ ഒരു വലിയ തുടക്കമാകട്ടെ എന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ആശിക്കുന്നത്. കാരണം എല്ലാ വർഷവും എന്ത് ചെയ്യട്ടെ, ഇടുക്കിയിൽ നിന്ന് 1 3
5 or 10 ആയിട്ട് എന്ത് ചെയ്യട്ടെ സിവിൽ സർവീസിലേക്ക് ആൾക്കാർ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ ഇടുക്കിയിലെ കുട്ടികൾക്ക് വേണ്ടി ഇപ്പം നമുക്കൊക്കെ അറിയാം ഒരു കോൺഫിഡൻസ് ലെവലിലും സപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കുറവ് വരുന്നുണ്ട്. അവർക്ക് എന്ത് നല്ലൊരു മെസ്സേജാണ് മാമിന് കൊടുക്കാൻ പറ്റുക? എനിക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് ഇത്രയേ ഉള്ളൂ. നമ്മൾ അത് ഡോക്ടർ APJ അബ്ദുൽ കലാം പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലാണ് നമ്മൾ കുന്നിക്കുരുവോളമെങ്കിലും കിട്ടുള്ളൂ എന്നാണ്. നമ്മൾ കുന്നിക്കുരു തന്നെ ടാർഗറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് എന്ത് കിട്ടാനാണ്? അത് കാരണം നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ വെക്കുക, പിന്നെ അതിന് വേണ്ടിയിട്ട് പോരാടാനും ആരോടും അച്ഛനോടും അമ്മയോടും ആണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിനോട് ആണെങ്കിലും പോരാടാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അവിടെ എത്തിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? അതെ, പോരാടുള്ളൂ. നെക്സ്റ്റ് ലെവലിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ആർക്കും എന്ത് ചെയ്യാം? ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇതല്ല എന്ത് എക്സാം